മുടി കൊഴിച്ചിൽ പല ഓയിലും ഷാമ്പൂ ചേഞ്ച് ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും വിറ്റമിൻ ഡി ആണ്. മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ പ്രോപ്പർ ആയിട്ടുള്ള വളർച്ചയ്ക്കും വിറ്റമിൻ ഡി വളരെയധികം അത്യാവശ്യമാണ്. വിറ്റമിൻ ഡിയുടെ ലെവൽസുകൾ നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. തൈറോയ്ഡ് ഹോർമോൺസിലെ വേരിയേഷൻസ് മുടി കൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. ഫെറിറ്റിൻ ടെസ്റ്റും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ചില ഹോർമോൺസിന്റെ വേരിയേഷൻസ് മൂലം മുടി കൊഴിച്ചിൽ അമിതമായിട്ട് വരാറുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസിലും വേരിയേഷൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് മൂലമാണോ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒന്നാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും അതുപോലെ തന്നെ CRP എന്നുള്ള ബ്ലഡ് ടെസ്റ്റും. CRP പോലത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് മൂലമാണോ നമുക്ക് ഈ ഒരു മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അലോപേഷ്യ പോലത്തെ കണ്ടീഷൻസിലൊക്കെ CRPയുടെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി എന്നുള്ള ടെസ്റ്റുകൾ ഈ അലോപേഷ്യ പോലത്തെ കണ്ടീഷൻസിൽ നമുക്ക് വേരിയേഷൻസ് കണ്ടുവരാറുണ്ട്. ഹീമോഗ്ലോബിന്റെ ലെവൽസ് നോർമൽ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്.